നിങ്ങൾ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ അങ്ങനെയല്ല, ലോകത്തുള്ള എല്ലാവർക്കും വരാം, എല്ലാവർക്കും അവിടുത്തോട് അടുത്ത് എന്ന് സലാം പറയാം. പക്ഷേ അടുത്ത് പോയില്ലെങ്കിലും സലാം പറഞ്ഞാൽ അവിടുന്ന് മടക്കുന്ന വിധത്തിൽ അവിടുന്ന് അതുല്യരായ നേതാവാണ്. കോടിക്കണക്കിന് ജനങ്ങൾ ഓരോ ദിവസവും നിരന്തരം അവിടുത്തോട് സലാം പറയുകയാണ്. അങ്ങനെ ഒരു നേതാവിനെ ആർക്കും കാണാൻ കഴിയില്ല. നിരന്തരം അനുയായികൾ നിങ്ങളോട് ഡയറക്റ്റ് തന്നെ പറയാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. കാരണം അദാഅതുൽ വസായിത്താണ് അവര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ അല്ലാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള ഏറ്റവും വലിയ മധ്യവർത്തിയായതിനാൽ നബി തങ്ങളെ ഡയറക്റ്റ് വിളിച്ച് സലാം പറയണമെന്നാണ് നിയമം. അങ്ങനെ പറഞ്ഞാലോ മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദല്ലാഹു റൂഹി വഅലൈഹി സലാം. എല്ലാവരുടെ സലാമും മടക്കാവുന്ന വിധത്തിൽ റബ്ബെനിക്ക് സംവിധാനം തന്നിരിക്കുമെന്നോ ഞാനത് മടക്കുമെന്നും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. സുഹൃത്തുക്കളെ, മറ്റാർക്കും ഇല്ലാത്ത എത്ര പ്രത്യേകതകളാണ്. സുബ്ഹാനല്ലാഹ്. പോരാ, ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. ഞാൻ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന സമയം അത് നിങ്ങൾക്ക് ഖൈറാണ്. അതേ സമയത്ത് വമമാതി ഖൈറുൽ ലക്കും, ഞാൻ വഫാത്തായതിനു ശേഷമുള്ള സമയവും നിങ്ങൾക്ക് ഖൈർ തന്നെയാണ്. കാരണം ഞാൻ നശിക്കുന്നില്ലല്ലോ, ഞാൻ അപ്പോഴും ഉണ്ടല്ലോ. ഞാൻ ഭൂമുഖത്തില്ലെങ്കിലും ഞാൻ അതാ ഖബറിന്റെ ഉള്ളിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും എനിക്ക് ഖബറിൽ കാണിക്കപ്പെടും കേട്ടോ. നിങ്ങൾ നല്ലത് ചെയ്തത് ഞാൻ കാണുമ്പോൾ ഞാൻ അൽഹംദുലില്ലാഹ് പറയും. നിങ്ങൾ തെറ്റിയതായി കാണുമ്പോൾ എന്റെ ഉമ്മത്തിന് മാപ്പ് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്റെ റബ്ബിനോട് ഞാൻ മാപ്പ് പറയും. എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ മാപ്പ് പറയും. അതേ ഖുർആൻ തന്നെ കൽപ്പിച്ചതാണല്ലോ. ഈമാനുള്ള പുരുഷന്മാർക്കും ഈമാനുള്ള സ്ത്രീകൾക്കും തങ്ങളൊന്ന് പൊറുക്കാൻ പറയണേ, എന്നോട് പൊറുക്കാൻ ആവശ്യപ്പെടണേ, റെക്കമെൻഡ് ചെയ്യണേ. ഏത് നിനക്ക് പറഞ്ഞാലും എങ്ങനെ ചിന്തിച്ചാലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്തൊരു സത്യപ്പാട്. മുഖത്തോട് സൂര്യൻ ഇങ്ങനെ കടന്നും തോന്നിപ്പോകും. കൈ പിടിച്ചാൽ അത്രയും മഹത്വമുള്ള ഒരു കൈ. അവിടുന്ന് ഒന്ന് കൈ പിടിച്ചാൽ ആ കൈക്ക് പിന്നെ സുഗന്ധമാണ്. അവിടുന്ന് പൂർണ്ണമായും എപ്പോഴും സുഗന്ധമാണ്. മുസ്ലിം വരുന്നത് വിയർപ്പ് ശേഖരിക്കാനാണ്. സാധാരണ ആളുകളുടെ വിയർപ്പ് ദുർഗന്ധമാണ്. അവിടുത്തെ വിയർപ്പ് ലോകത്തെ ഏറ്റവും വലിയ സുഗന്ധമാണ്. അത്ര സുഗന്ധമുള്ള ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അത് ബർക്കത്തിന് വേണ്ടി കുട്ടികൾക്ക് തൊട്ട് പുരട്ടുകയാണോ മുസ്ലിം?